ആർട്ട് ഒരു കേഴ്സായി കാണുകയും അതേപോലെ ഫുൾ ഇമോഷൻ എന്ത് കാണുന്നതും ആർട്ടായിട്ട് റിലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളെ അതാണ് നമുക്ക് തന്ന മെയിൻ കോൺസെപ്റ്റ്. ഒരു ഫിലിം പോസ്റ്റർ വരുമ്പോൾ അതിൽ കോമ്പോസിഷൻസ് യൂസ് ചെയ്യും. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഷേപ്പ് കോമ്പോസിഷൻ ആണ്. അതിൽ തന്നെ ട്രയാങ്കിൾ ഷേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞാൻ യൂസ് ചെയ്ത അസറ്റ്സ് ആൻഡ് എലമെന്റ്സ്. ഒരുപാട് വൈഡാക്കി എടുത്തിട്ടില്ല, ജസ്റ്റ് മിനിമൽ ആയിട്ടാണ് യൂസ് ചെയ്തേക്കണത്. ഇതാണ് കോമ്പോസിഷൻ യൂസ് ചെയ്തേക്കണത്. ട്രയാങ്കിൾ കോമ്പോസിഷൻ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടറിനെ കുറച്ചും കൂടി ക്യാരക്ടർ ആവശ്യമില്ല എന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ഫേസ് റിവീൽ ചെയ്യാത്ത രീതിയിൽ ഒരു കമ്മിങ് സൂൺ പോസ്റ്റർ പോലെ അതിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഇത് യൂസ് ചെയ്തത്. നമ്മളിത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ബ്ലഡിൽ മുക്കിയിട്ടാണ് പെയിന്റ് ചെയ്തത്. സോ അതായത് നമ്മൾ ഒരു മനുഷ്യൻ ബ്ലഡിനെ കാണുന്ന അല്ലെങ്കിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ബ്ലഡിനെ നമ്മൾ കാണുന്ന ഒരു ഇമോഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ആള് ബ്ലഡിൽ നിന്നാണ് പെയിന്റ് ചെയ്യാൻ യൂസ്, അതായത് ബ്ലഡ് ഒരു പെയിന്റ് പോലെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ അവിടെ ഞാൻ കൺവേ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ അത്രയും ആൾക്ക് ഇമോഷൻ ഇല്ല, ആള് അത്ര ഇമോഷൻ എന്താ പറയാ ഹാർട്ട് അത്രയും ടോണായി പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതാണ് അവിടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് കോൺസെപ്റ്റ്. മൊത്തത്തിൽ അതിന്റെ ഫൈനൽ ഔട്ട് ഇതാണ്. എനിക്ക് ആ ടൈപ്പ് ഫേസ് മാത്രമാണ്, അത് പ്രണയം റൊമാൻസ് ആ ടൈപ്പ് ഫേസ് മലയാളത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നത്. അല്ലെ അതിലാണ് ഈ ടൈപ്പ് ഫേസ് ഉപയോഗിക്കുന്നത്. നിറം എഴുതി കാണിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് മാത്രമേ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയുള്ളൂ. നിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഭയങ്കര ഗ്രേറ്റ് ആണ്, നീ കൊണ്ടുപോയിരിക്കുന്നതും അടിപൊളിയാണ്. പിന്നെ താഴത്തെ അത് സാധനത്തിന് തന്നെ ഇനി ഭയങ്കര ഗ്രേറ്റ് ആക്കാൻ പറ്റും. ആ താഴത്തെ നമ്മളെ ക്രിഡൻഷ്യൽ ഒക്കെ ഇല്ലേ, ഇങ്ങനെ ആ ട്രയാങ്കിളിന് പകരം ഞാൻ ബോക്സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവില്ലേ? ഞാൻ ആദ്യം ബോക്സ് ഇട്ടത്, പിന്നെ ഓൾറെഡി ഇത് ട്രയാങ്കിളിക്കൽ ആ ഒരു സാധനം വരുന്നോണ്ട് അതിന് നേരെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിലതും കൂടി ട്രയാങ്കിൾ ആക്കിയെന്നുള്ളൂ. അവിടെ കൊടുക്കുമ്പോ അത് പെർസ്പെക്റ്റീവ് ചേഞ്ച് ആയി, ഹൈറാർക്കി ചേഞ്ച് ആയി. ഓക്കെ, അപ്പൊ ഹൈറാർക്കി ചേഞ്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ അവിടെ അത് കൊടുക്കുന്നത് കൊണ്ട് എന്തോ നമുക്ക് അതിന്റെ ഒരു സത്ത എന്നൊക്കെ പറയില്ല, ഓറ അത് നഷ്ടപ്പെട്ട പോലെ എനിക്ക്